രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പുമാവും ചായയും അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ അധികം കട്ടൻ ചായയായിട്ട് കുടിക്കല്. കാര്യം കാക്കക്ക് വീട്ടിലുണ്ടാക്കുന്ന പാൽ ചായ വലിയ ഇഷ്ടമല്ല കേട്ടോ. കടയിലത്തതാണെങ്കിലും പിന്നെയും കുടിക്കും. ഇനി കാക്ക അര ഗ്ലാസ് ചായ ഉള്ളൂ കേട്ടോ. കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലൊക്കെ കുടിക്കുള്ളൂ. ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് മഴ പെയ്യുന്നത്. നല്ല ചൂടായിരുന്നു. അപ്പോൾ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലോണം നിന്ന് പെയ്തിട്ടുണ്ടായിരുന്നു. കാക്ക എനിക്ക് വന്നപ്പോൾ സവാള ബജിയും അതേപോലെ തന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് തിരുവാതിരക്കല്ലേ ഇതുണ്ടാക്കുക, മറ്റേ എന്താ പ്ലാസിൻ്റെ അല്ലേ, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. അതിലൊക്കെ ഉണ്ടാക്കിയാൽ ഇതിലേറെ ടേസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ വാഴയിലയിൽ ഉണ്ടാക്കും തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ ഈ സംഭവം. ഇത് എൻ്റെ വല്യമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നു ഞങ്ങൾ തറവാട്ടിലാണ് ടൈമിൽ, എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടൊക്കെ ഇതും പിന്നെ അതുപോലെ ഇത് തിരുവാതിരക്ക് തന്നെ ഉണ്ടാക്കുക എന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പോൾ പിന്നെ ഇത് കടയിൽ കൂടെയൊക്കെ ഉണ്ടാവും. ആദ്യം ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആദ്യം പിന്നെ നമ്മൾ അങ്ങനെ കടകൾക്കൊന്നും അങ്ങനെ പോകില്ലല്ലോ. എൻ്റെ പപ്പാൻ്റെ കൂടെ ഞാൻ എങ്ങോട്ടേലും പോകുമ്പോൾ എൻ്റെ പപ്പ എനിക്ക് പാൽ ചായ ഉണ്ടോ വാങ്ങി തരിക. ഞങ്ങൾ വല്ല ഹോസ്പിറ്റലിലേക്കോ അങ്ങനെയൊക്കെ പോകുമ്പോൾ അന്നൊന്നും ഇതുപോലെ അങ്ങനെ ചായക്കടയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് കാക്ക അട്ടപ്പാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനും കാക്കയും ആദ്യമായിട്ട് അട്ടപ്പാടിക്ക് പോയിരുന്നു. അന്ന് ഞങ്ങളവിടെ കയറിയിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചായ ഉണ്ടാക്കിയതുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് ചായ ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ സവാള ബജി, നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സവാള ബജിക്ക് ടേസ്റ്റും ഉണ്ടായിരുന്നു. മറ്റേത് അതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സംഭവം, മറ്റേ അട. പിന്നെ ഇതാ വൈകുന്നേരത്തേക്ക് മുട്ട റോസ്റ്റും പിന്നെ അതേമാതിരി ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പിന്നെ നേരം വെളുത്തിട്ടെടുത്ത വീഡിയോ ഉണ്ടോ. പിന്നെ കാക്കി ഞാനും കൂടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കും കേട്ടോ. സിറ്റ് ഔട്ടിലിങ്ങനെ ബസ് വന്ന് നിർത്തിയപ്പോൾ ഞാൻ കാക്കാനോട് നമുക്ക് ആനക്കട്ടി പോവല്ലേ എന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ബസ്സിൽ നിന്ന് ഒരു താത്ത ഇറങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ആണോന്ന് ഞാൻ തോന്നി. അപ്പോൾ അങ്ങനെ കരുതി ഇമ്മയൊക്കെ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന്. അപ്പം ഞാൻ കാക്കാനോട് ഇങ്ങനെ പറയണേ, ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് ഫോണൊന്നും ഇല്ലാത്ത ടൈമിലല്ലേ നമ്മളോട് ആരും ഒന്നും പറയാതെയൊക്കെ വന്നിരുന്നില്ലേ. പണ്ട് ഇവർ വരുമ്പോഴുള്ളല്ലേ നമ്മൾ കാണുക. ഇപ്പോൾ പിന്നെ ആരാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് നമ്മളവിടെ ഉണ്ടോ വീട്ടിലുണ്ടോ ഞങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുമല്ലോ എന്നോട് എത്തിന്നൊക്കെ. പണ്ടത്തെ കാലത്തൊക്കെ എൻ്റെ അമ്മായികളൊക്കെ വിരുന്ന് വരുമ്പോൾ വൈകുന്നേരം ആട്ടോ വരിക. അപ്പോൾ ഓരൊക്കെ വന്നിട്ടൊക്കെ പിന്നെ കോഴിനറക്കലും പത്തിരി ഉണ്ടാക്കലും അങ്ങനെയൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. കോഴിനെ നേരാക്കുന്നതൊക്കെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. കോഴി വീഴുമ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ കിടക്കണ പായിൽ കൊടുത്തിട്ടായിരിക്കും കേട്ടോ നമുക്കൊക്കെ വാരിത്തരിക ചോറ്. അതും കോഴി ഫുൾ ഇറക്കി വെച്ചിട്ടുണ്ടാവില്ല.